എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സായിരാം. വിവേക ചൂടാമണി തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം ജ്ഞാനം സഞ്ചിത കർമ്മത്തെയും ആഗാമിക കർമ്മത്തെയും ദഹിപ്പിക്കുന്നു. പഴയ സഞ്ചിത കർമ്മഫലങ്ങളെയും ആഗാമി കർമ്മഫലങ്ങളെയും ഒക്കെ ജ്ഞാനം നശിപ്പിക്കും, ദഹിപ്പിക്കും എന്ന് കണ്ടു. അപ്പോ പ്രാരബ്ധത്തിന്റെ കാര്യം എങ്ങനെയാണ് എന്നൊരു ചോദ്യം ബാക്കി വന്നു. പ്രാരബ്ധ കർമ്മം അതിനെന്ത് സംഭവിക്കും? സഞ്ചിതം പോവും, ആഗാമിയും പോകും, പ്രാരബ്ധം എന്താവും? അതാണ് ഇപ്പോഴത്തെ സംശയം. അതിനാണ് അടുത്ത ശ്ലോകം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനോദയാത് പുരാരബ്ധം കർമ്മജ്ഞാനാന്ന നശ്യതി അദത്വാ സ്വഫലം ലക്ഷ്യമുദ്ദിശ്യോത്സൃഷ്ടബാണവത്. ജ്ഞാനോദയാത് പുരാരബ്ധം കർമ്മജ്ഞാനാന്ന നശ്യതി അദത്വാ സ്വഫലം ലക്ഷ്യമുദ്ദിശ്യോത്സൃഷ്ടബാണവത്. വളരെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞു തരികയാണ് ആചാര്യസ്വാമികള് പ്രാരബ്ധ കർമ്മത്തിന് എന്ത് സംഭവിക്കും എന്ന്. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ആരബ്ധമാണ് പ്രാരബ്ധം. ആരബ്ധം എന്ന് പറഞ്ഞാൽ ആരംഭിക്കപ്പെട്ടത്. ആരബ്ധം നല്ലവണ്ണം നിശ്ചയമായി നല്ല രീതിയിൽ തടുക്കാൻ പറ്റാത്ത രീതിയിൽ ആരംഭിക്കപ്പെട്ടതാണ് പ്രാരബ്ധം. പ്രാരബ്ധം വളരെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അതിനകത്ത് ഇനിയൊന്നും മാറ്റമൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രാരബ്ധം അനുഭവിക്കാനായിട്ടാണ് നമുക്ക് ഈ ശരീരം ലഭിക്കുന്നത്. കർമ്മഫലങ്ങൾ അനുഭവിക്കാനായി ശരീരം ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ ജീവന്മാരായി ഇവിടെ ജീവിക്കുന്നു. പ്രാരബ്ധം അനുഭവിക്കുവാനായി ജീവന്മാരായി ഇവിടെ ജീവിക്കുന്നു. പുണ്യം കൂടിയാല് ദേവലോകം ലഭിക്കും, ദേവശരീരം പാപം കൂടിയാല് മൃഗങ്ങളായിട്ടോ മരങ്ങളായിട്ടോ ഉള്ള ജന്മങ്ങളാണ് ലഭിക്കുക. പാപവും പുണ്യവും ഏതാണ്ട് സമമാകുമ്പോൾ മനുഷ്യജന്മം ലഭിക്കും. സഞ്ചിതത്തിൽ വരുന്നത് ഏതാണ്ട് സമമാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സഞ്ചിതത്തിൽ വരുന്നത് ഏതാണ്ട് സമമാണ്. അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നത്. അതിനാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം ശ്രേഷ്ഠമായ ജന്മമാണ്. ഇവിടെ ഒരു സത്യം വെളിപ്പെട്ടു. എന്താണ് ഒരു സത്യം വെളിപ്പെട്ടത്? നമ്മുടെ പാപവും പുണ്യവും ഏതാണ്ട് സമമായതിലാണ്. അതുകൊണ്ടാണ് മനുഷ്യ ശരീരം കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെളിപ്പെട്ടൊരു കാര്യം, സുഖവും ദുഃഖവും മാറി മാറി നമുക്ക് വന്നുകൊണ്ടിരിക്കും എന്നർത്ഥം. അതുറപ്പാ. സുഖവും വരും, ദുഃഖവും വരും. കാരണം ഏതാണ്ട് രണ്ടും ഈക്വൽ ആയിട്ടാണ്. പാപവും പുണ്യവും ഏതാണ്ട് ഒരുപോലെ ആയതുകൊണ്ട് പുണ്യഫലമായ സുഖവും പാപഫലമായ ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആലോചിച്ചാൽ ശരിയാണല്ലോ. എല്ലാവരുടെ കാര്യത്തിലും ശരി തന്നെയാ. നമുക്ക് തോന്നും ചിലരെയൊക്കെ കാണുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ലെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. മനുഷ്യജന്മം എടുത്ത എല്ലാവർക്കും സുഖവും ദുഃഖവും ഉണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഓരോ തരത്തിലാണ് ദുഃഖം എന്ന് മാത്രം. ദുഃഖം എവിടെയാ വരുന്നത്? മനസ്സിലാണ്. അപ്പൊ മനസ്സിൽ ദുഃഖം വരുന്നത് പല രീതിയിലാണ്, എല്ലാവർക്കും ഒരു രീതിയിലല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ അയാൾ ചിരിച്ചു കളിച്ച് നടക്കണ കാണുമ്പോൾ ദുഃഖമേ ഇല്ലാത്ത ആളാണെന്ന് വിചാരിക്കും. പക്ഷെ തെറ്റാണ്. അവർക്ക് അവരുടേതായ ദുഃഖങ്ങൾ ഉണ്ടാകും. ആരും ആനന്ദത്തിലല്ല. രണ്ടും അനുഭവിക്കണം. ഒരു ജീവൻ അത് ജനിക്കുന്ന സ്ഥലം, ഏത് ദേശത്താണ് അത് ജനിക്കുന്നത്, ആരാണ് മാതാപിതാക്കൾ,
ഏത് സാഹചര്യത്തിലാണ് ആ ജനനം, ഇതെല്ലാം നിശ്ചയിക്കുന്നത് ആ ജീവന്റെ പ്രാരബ്ധ കർമ്മ ഫലങ്ങളാണ്. എത്ര സുഹൃത്തുക്കൾ ഉണ്ടാകും, അവരാരൊക്കെ ആയിരിക്കും, അങ്ങനെ തുടങ്ങി ആ ജീവനുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റു വ്യക്തികൾ എല്ലാം പ്രാരബ്ധം കൊണ്ട് നിശ്ചയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. നേരത്തെ ഫിക്സ്ഡ് ആണ് അതൊക്കെ. ആ പ്രാരബ്ധം വരുമ്പോ ജീവൻ ജന്മമെടുക്കുമ്പോഴേ ഇതെല്ലാം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെ ജനിക്കും, ആരുടെ മകനാവും, ആരുടെ മകളാവും, ഏത് സ്ഥലത്തായിരിക്കും, എന്തെല്ലാം സാഹചര്യങ്ങളിൽ കൂടി ഇനി കടന്നു പോകേണ്ടി വരും, ഇതൊക്കെ ഫിക്സ്ഡ് ആണ്. അപ്പോ മനുഷ്യര് ഇങ്ങനെ ഈ പ്രാരബ്ധമാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന് കേട്ടിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ. എല്ലാം പ്രാരബ്ധമനുസരിച്ചാണെങ്കിൽ നമ്മൾക്ക് സ്വപ്രയത്നത്തിന്റെ കാര്യമെന്ത്? സ്വപ്രയത്നം എന്തിനു ചെയ്യണം? നമുക്കെന്താണ് കടമ? അങ്ങനെയൊന്നുമില്ലല്ലോ, എല്ലാം പ്രാരബ്ധം നിശ്ചയിക്കുന്നതല്ലേ. നമുക്ക് എന്താണ് ഇവിടെ ഒരു റോളുള്ള? ഒന്നുമില്ലല്ലോ, മിണ്ടാതിരുന്നു കൊടുത്താൽ പോരെ എന്ന് ഒരു ചോദ്യമുണ്ട്. അങ്ങനെ അല്ല എന്ന് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ തലയിലെഴുത്ത് പ്രാരബ്ധം, ഓക്കെ, സമ്മതിച്ചു. അതാരെഴുതിയതാ? ഭഗവാൻ എഴുതിയതാണോ? അവിടെയാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ തലയിലെഴുത്ത് എന്ന് പറയും. ഇതാരെഴുതിയതാ? അത് ഭഗവാൻ എഴുതി വിട്ടതൊന്നുമല്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ തലയിലെഴുത്ത് എഴുതിയിരിക്കുന്നത്. ഈ ജന്മത്തിലല്ല, കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ തന്നെ അത് എഴുതി വെക്കുന്നത്. ഭഗവാൻ വെറും സാക്ഷി മാത്രമാണ്. ഭഗവാൻ അതാത് കർമ്മങ്ങളുടെ ഫലത്തെ നമുക്ക് അനുഭവവേദ്യമാക്കുന്ന ആള്. അതെല്ലാവർക്കും, നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഭഗവാൻ ശരീരം എടുത്താൽ പോലും ഈ നിയമം അങ്ങനെ തന്നെയാണ്. അപ്പോ നാം തന്നെ എഴുതിയതാണ് നമ്മുടെ തലയിലെ എഴുത്ത്. അതിനെ വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട. നമ്മുടെ സ്വഭാവം അങ്ങനെയല്ലല്ലോ. നമ്മുടെ തലയിലെഴുത്തിനെ ആരെയും കുറ്റപ്പെടുത്തുന്നേ? അച്ഛനെ കുറ്റപ്പെടുത്തും, അമ്മയെ കുറ്റപ്പെടുത്തും, സഹോദരങ്ങളെ കുറ്റപ്പെടുത്തും, ബന്ധുക്കളെ കുറ്റപ്പെടുത്തും, നാട്ടുകാരെ കുറ്റപ്പെടുത്തും. എല്ലാം കുറ്റം നമ്മുടെ കുറ്റമേ അല്ല. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, ഒരു തെറ്റും നമ്മുടെ അല്ല, എല്ലാം മറ്റുള്ളവരുടെ തെറ്റാണ്. ചിന്തിച്ചു നോക്കി അറിയാം. നമ്മൾ തന്നെ എത്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വാസ്തവല്ലേ? ഇങ്ങനെയൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഒന്നും നമ്മുടെ മിസ്റ്റേക്ക് അല്ല, എല്ലാം വേറെ വല്ലവരുടെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നു. അങ്ങനെ അല്ല, എല്ലാം നമ്മുടെ കർമ്മം കൊണ്ട് നമ്മൾ വരുത്തി വെച്ചത് തന്നെയാണ്. നമ്മളൊരു വീട് പണിതാൽ നമ്മൾ എന്ത് പറയും? അഭിമാനത്തോടെ, ദേ ഞാൻ സമ്പാദിച്ചു പണിത വീടാ കേട്ടോ ഇത്, ഞാൻ സമ്പാദിച്ചതാ, കഴിഞ്ഞ 20 കൊല്ലത്തെ എൻ്റെ അധ്വാനത്തിന്റെ ഫലമാണിത്, ഇത്രയും കാലം ജോലി ചെയ്ത് ഞാൻ സമ്പാദിച്ച് ഞാൻ പണിതതാണിത് എന്ന് ഒരു ഗൃഹം വയ്ക്കുമ്പോൾ, ഒരു വാഹനം മേടിക്കുമ്പോൾ, ഒരു സ്ഥലം മേടിക്കുമ്പോൾ ഒക്കെ പറയും. അതേസമയം ഈ ഉടലിനെ സംബന്ധിച്ച് ഞാൻ സമ്പാദിച്ചതാണ് കേട്ടോ ഈ ശരീരം എന്ന് പറയാറുണ്ടോ? ഇല്ല. കാരണം അജ്ഞാനം, അറിയില്ല. ഈ ശാസ്ത്രമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അറിയാം, ഇതാര് സമ്പാദിച്ചതാ? ഞാൻ സമ്പാദിച്ചത് തന്നെ. നല്ല സുന്ദരമായ ശരീരമാണെങ്കിൽ ആര് സമ്പാദിച്ചതാ? ഞാൻ സമ്പാദിച്ചത് തന്നെ, കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മം കൊണ്ട്. എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെങ്കിലോ ഞാൻ സമ്പാദിച്ചത് തന്നെ. എൻ്റെ പൂർവജന്മങ്ങളിലെ പാപകർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ ഈ അംഗങ്ങൾക്ക് പ്രശ്നം വന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കണം. അല്ലാതെ ദൈവത്തെ പഴിക്കരുത്. എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നല്ലോ ദൈവം, എൻ്റെ കയ്യ് മേലല്ലോ, എൻ്റെ കാല് മേലല്ലോ, എനിക്ക് കണ്ണ് കാണാൻ മേലല്ലോ, ദൈവം എന്നോട് ക്രൂരത എന്ത് ചെയ്തു, എന്തിനു ചെയ്തു? ആ ചോദ്യമൊക്കെ അസ്ഥാനത്താണ്. ദൈവം ആരോടും ഒരു ക്രൂരതയും ചെയ്യുന്നില്ല. ദൈവം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവർക്കും സന്തോഷിച്ച് സുഖമായിട്ടിരുന്ന് അവനവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് ഈശ്വരനിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ്. ഇവിടെ നമ്മൾ തന്നെയാണ് നമ്മുടെ വിധി എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ തന്നെയാണ്. എങ്ങനെയാണോ ഒരു കെട്ടിടം പണിതിട്ട് എൻ്റെ കെട്ടിടം ഞാൻ പണിതാണെന്ന് പറയുന്നത്, അതുപോലെ തന്നെയാണ് ഈ ശരീരം. അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. വേറെ ആരെയും, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആരെയും പഴിക്കണ്ട. എന്തെങ്കിലും അതിനകത്ത് നല്ലൊരു ശരീരമാണെങ്കിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാം. കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമാണ് എനിക്ക് ഇന്ന് ഒരു അസുഖവുമില്ലാത്ത നല്ല ഒരു ശരീരം കിട്ടിയിരിക്കുന്നത്.
നല്ല ഹാൻസം ആയിരിക്കുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു എന്നൊക്കെ നന്നായിട്ട് പറയാം. അതിന് വേറെ ആരുടെ സംഭാവനയും നല്ലത് നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണ്. അവിടെ അഭിമാനിക്കാവുന്നതാണ്. അതേസമയം എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ, ഇനി വല്ല വല്ല അസുഖങ്ങൾ വരികയാണെങ്കിൽ ആരെയും പഴിക്കേണ്ട. അവനവന്റെ കർമ്മഫലം തന്നെയാണ് അസുഖങ്ങൾ വരുന്നതിൻ്റെയും കാരണം. അതാണ് 3 ശാന്തി പറയുമ്പോ ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന് പറയണേ. ആധ്യാത്മികത്തിൽപ്പെട്ടതൊക്കെ അവനവന്റെ തന്നെയാണ്, നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാ. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചോയ്സ് ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് ചോയ്സ് ഇല്ലാത്ത? നമുക്ക് മാറ്റിമറിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ ജന്മത്തിൽ, ജന്മം കിട്ടിയ ശേഷം മാറ്റിമറിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജനനം ഇന്ന സ്ഥലത്ത് എന്നുള്ളത് മാറ്റിമറിക്കാൻ പറ്റില്ല, നമ്മൾ ജനിച്ചു കഴിഞ്ഞു ഓൾറെഡി. പിന്നെ മാതാപിതാക്കൾ ആരെന്നുള്ളത് ഇനി മാറ്റിമറിക്കാൻ പറ്റില്ല, ഓൾറെഡി ഇന്നയാളുടെ മകനായിട്ട് ഇന്നയാളുടെ മകനായിട്ട് ജനിച്ചിരിക്കണം എന്നുള്ള പൂർവ്വകർമ്മം അനുസരിച്ച് വന്നു, ഇനി അത് മാറ്റാൻ പറ്റില്ല. ഏത് ദേശത്തിലാണ് ജനിക്കേണ്ടത് എന്ന് പൂർവ്വജന്മമായിട്ട് നിശ്ചയിക്കപ്പെട്ടു, ദേശത്ത് വന്ന് ജനിച്ചു, ഇനി അത് മാറ്റാൻ പറ്റില്ല. ആയുസ് എത്രയുണ്ട് എന്ന് നേരത്തെ സഞ്ചിതത്തിൽ നിന്ന് എത്ര എടുക്കുന്നു അതനുസരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 80 വയസ്സിനുള്ളത് എടുത്തിട്ടുള്ളെങ്കിൽ 80 വയസ്സ് വരെ ജീവിക്കും. സഞ്ചിതത്തിൽ നിന്ന് 90 വയസ്സ് വരെയുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ 90 വയസ്സ് വരെ കാണും. സഞ്ചിതത്തിൽ നിന്ന് 20 വയസ്സ് വരെയുള്ളെങ്കിൽ 20 വയസ്സ് വരെ കാണുള്ളൂ. അപ്പോ ആയുസ്, ശരീരം, മാതാപിതാക്കള്, ദേശം, ഇതെല്ലാം പ്രാരബ്ധം വഴി കിട്ടിയ മാറ്റാൻ പറ്റാത്തതാണ്. ഇതിന്റെ കൂടെ ഇരിക്കുമ്പോൾ, ഈ സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ പുതിയ പ്രാരബ്ധം ഉണ്ടാക്കുന്നതാരാ? നമ്മളാ ഉണ്ടാക്കുന്നേ. പുതിയ പ്രാരബ്ധം ഉണ്ടാക്കുന്നത് നമ്മളാണ്. പുതിയ പാപപുണ്യങ്ങള് നാം ഉണ്ടാക്കുന്നു. കാരണം ഏത് സാഹചര്യത്തിലും ധർമ്മപരമായിട്ടും ജീവിക്കാം, അധർമ്മിയായിട്ടും ജീവിക്കാം. അപ്പോ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട്, മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട് നമ്മൾ അധർമ്മ വഴിക്ക് പോയാൽ അപ്പൊ കിട്ടുന്ന പ്രാരബ്ധം, പുതിയതായിട്ടുണ്ടാകുന്ന ആഗാമിയെല്ലാം പ്രാരബ്ധത്തിലേക്ക് പാപമായിട്ട് ചെന്ന് ഭവിക്കും. അതേസമയം ഈ വക ശാസ്ത്ര അറിവൊക്കെ കിട്ടി, അല്ലെങ്കിൽ ആചാര്യന്മാരാരെങ്കിലും പറഞ്ഞു തരുന്നതനുസരിച്ച് എൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം എൻ്റെ മുൻജന്മകർമ്മങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടായി, അതുകൊണ്ട് ഈ കഷ്ടപ്പാടുകൾ ഞാൻ അനുഭവിക്കാം, ഈ പ്രാരബ്ധം ഇങ്ങനെ തീരട്ടെ, ഏതായാലും ഞാൻ ധർമ്മപാതയിൽ നിന്ന് പിന്തിരിയില്ല എന്ന ഉറപ്പോടെ ഈശ്വരൻ മാത്രമേ ഈ പ്രാരബ്ധ കർമ്മം അനുഭവിക്കുമ്പോൾ എന്നെ സഹായിക്കാൻ ഈശ്വരന് മാത്രമേ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈശ്വരനെ ഭജിക്കുന്നു, ഭഗവാനെ ഇതിനൊരു അറുതി വരുത്തി തരണമേ എന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ധർമ്മപരമായിട്ടായതുകൊണ്ട് അയാളുടെ പ്രാരബ്ധത്തില് ആഗാമി പാപമായിട്ട് കൂടില്ല, പുണ്യമായിട്ട് എന്തെങ്കിലും പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അതെല്ലാം പുണ്യമായിട്ടേ ചേരുള്ളൂ. അപ്പോ ധർമ്മമായിട്ട് ജീവിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ധർമ്മപരമായിരിക്കണം ജീവിതം. അപ്പൊ ഈ സത്യം മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ധർമ്മപരമായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ നമ്മൾ അധർമ്മത്തിലേക്ക് പോകും. പലപ്പോഴും കൂടുതൽ അധർമ്മികൾ വരുന്നത് ഈ വക വേദത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. അപ്പൊ അതിലും കുറച്ച് പ്രാരബ്ധം ഉണ്ട്. കാരണം മനസ്സിലാക്കാനുള്ള സമയമായില്ല എന്നുള്ളതും അതിനകത്തൊരു ഭാഗമുണ്ട്. പക്ഷെ അധർമ്മം ചെയ്യുന്നതിന് ഒരു ആളും അധർമ്മം ചെയ്യാൻ പഠിപ്പിക്കുക. ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞിനെയും അധർമ്മിയാകാൻ പഠിപ്പിക്കില്ല. എല്ലാ അച്ഛനും അമ്മയും ധർമ്മപരമായിട്ട് ജീവിക്കാനേ പറയുകയുള്ളൂ. പക്ഷേ ആ ജീവൻ തൻ്റെ പൂർവവാസന കൊണ്ടും ഇപ്പോഴത്തെ അനുസരണയില്ലായ്മ കൊണ്ടും അധർമ്മത്തിലേക്ക് പോകും. അപ്പോ ആഗാമി, പാപമായിട്ടുള്ള ആഗാമി വന്നുകൂടും. വീണ്ടും ഒന്നിലെ നികൃഷ്ടയോനിയെ പോവും, അല്ലെങ്കിൽ മരം ചെടിയായിട്ട് അങ്ങനെ ജീവിക്കും. ഈ മനുഷ്യജന്മം കിട്ടില്ല. പക്ഷെ വേറെ ചില ആൾക്കാര് മനുഷ്യജന്മം തന്നെ കിട്ടും എന്ന് പറയുന്നു, കൂടുതൽ പാപത്തോടു കൂടി. അത് പോട്ടെ, നമുക്കിവിടെ ആചാര്യസ്വാമികൾ പറയുന്നത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇതെല്ലാം പ്രാരബ്ധം മാറ്റാൻ പറ്റുന്ന പ്രാരബ്ധമല്ല ചിലതൊക്കെ. അതേസമയം പുതിയ പ്രാരബ്ധം ഉണ്ടാക്കുന്ന കർമ്മങ്ങള്
നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതിന് പ്രാരബ്ധവും സഹായിക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിനാണ് ഈശ്വരഭജനം എന്ന് പറയുന്നത്. ഭക്തി, ഈശ്വരഭജനം ഒക്കെ എന്തിനാണ്? നമ്മള് വന്ന് ഭവിച്ചിരിക്കുന്ന പ്രാരബ്ധം നമ്മളെ പുതിയ പുണ്യത്തിലേക്കോ അല്ലെങ്കിൽ മോക്ഷപദത്തിലേക്കോ നയിക്കാനായിട്ട് പ്രാരബ്ധത്തിന്റെ സഹായവും കൂടെ കിട്ടണം. അതിനു വേണ്ടിയിട്ടാ. അത് ലഭിക്കും. അത് ഈശ്വരഭജനം കൊണ്ട് തീർച്ചയായിട്ടും ലഭിക്കും. പുരുഷാർത്ഥം നമുക്ക് സഹായം നൽകണം, ഇല്ലേ? ധർമാർത്ഥ കാമമോക്ഷം എന്ന പുരുഷാർത്ഥം നമുക്ക് സഹായം നൽകണം. അപ്പോ അവിടെ പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ ഫ്രീ വിൽ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചോയ്സ് തന്നിട്ടുണ്ട് ഭഗവാൻ. സാഹചര്യങ്ങളിൽ ചോയ്സ് ഇല്ലെങ്കിലും ഇനിയുള്ള പ്രവൃത്തികളിൽ ചോയ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ ചെയ്യപ്പെടുന്നതാണ് ഫ്രീ വിൽ, പുരുഷാർത്ഥം. രണ്ടും ചേർന്നാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് കിട്ടിയ ശരീരം, സാഹചര്യം ഇവ വച്ച് നാം പ്രയത്നത്തിൽ ഏർപ്പെടുന്നു. പ്രാരബ്ധം, സാഹചര്യം, സന്ദർഭം, പരിതസ്ഥിതികൾ ഇവയെ തരുന്നുണ്ട്. പ്രാരബ്ധം, സാഹചര്യം, സന്ദർഭം, പരിതസ്ഥിതികൾ ഇവയെ തരുന്നു. ഇവയെ എങ്ങനെ സമീപിക്കണം എന്നത് നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ ചോയ്സാണ്. ഏത് രീതിയിലും ഇതിനെ സമീപിക്കാം. നമ്മുടെ അറിവും പക്വതയും ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ അറിവും പക്വതയും ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതാണ് പുരുഷാർത്ഥം അഥവാ ഫ്രീ വിൽ. ഇപ്പോ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നത്, ആചാര്യന്മാര് പറയുന്നത്, ഒരു 2 മണിക്കൂർ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നു. അവിചാരിതമായിട്ട് 2 മണിക്കൂർ ബസ് കാത്തു നിൽക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക. നിന്ന് ബസ് വരുന്നില്ല. അങ്ങനെ 2 മണിക്കൂറായി. അതിനെ ഒരു പ്രാരബ്ധം എന്ന് പറയാം. വന്നില്ല ബസ്, ഒരു പ്രാരബ്ധം. ഇനി ആ 2 മണിക്കൂറിനെ എങ്ങനെ നേരിട്ടു? അതാണ് പുരുഷാർത്ഥം. ആ 2 മണിക്കൂർ എങ്ങനെ നമ്മൾ മനസ്സിലെടുത്തു, ആ 2 മണിക്കൂറിനെ എങ്ങനെ നമ്മൾ എടുത്തു ഉള്ളിൽ എന്നുള്ളത് ഒരു പുരുഷാർത്ഥമായിട്ട് വരും. ചില കഷ്ടങ്ങള് പ്രയത്നിച്ച് മാറും. ചില നമ്മുടെ ബുദ്ധിമുട്ടുകള് പ്രയത്നം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം. ചിലത് എത്ര പ്രയത്നിച്ചാലും മാറില്ല. അപ്പൊ നമുക്ക് എന്ത് തോന്നും? ഇത് നേരത്തെ അരിഞ്ഞിരുന്നെങ്കിൽ ഈ പണിക്ക് പോകത്തില്ലായിരുന്നു എന്ന് തോന്നും. കുറേ പ്രവർത്തിച്ചിട്ടും ഫലം കാണാതെ വരുമ്പോ നമ്മൾ പറയും, കഷ്ടം, ഇത് നേരത്തെ എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് പോകത്തില്ലായിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഒരു ഫലവും ഉണ്ടായില്ല. എന്തേ നേരത്തെ എനിക്കിത് തോന്നിയില്ല എന്നൊക്കെ പറയും. ഇപ്പൊ കിണർ കുഴിച്ച് അവസാനം വെള്ളം കിട്ടാണ്ടാവുമ്പോ കഷ്ടം, ഇവിടെ കുഴിക്കേണ്ടിയിരുന്നില്ല, സ്വല്പം മാറി കുഴിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നാറുണ്ട് നമുക്ക്. എല്ലാ കാര്യത്തിലും പ്രയത്നം ചെയ്താൽ ജയം ഉണ്ടാകുമോ? പറയാൻ പറ്റില്ല. തോൽവി ഉണ്ടാകുമോ? അതും പറയാൻ പറ്റില്ല. അപ്പോ നിശ്ചയമായ അറിവ് ഈശ്വരൻ നമുക്ക് തന്നിട്ടില്ല. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് വിജയിക്കും അല്ലെങ്കിൽ തോക്കും എന്ന നിശ്ചയമായ അറിവ്, മുൻകൂട്ടി നിശ്ചയമായ ഒരു അറിവ് ഈശ്വരൻ നമുക്ക് തന്നിട്ടില്ല. അതിനെ ആ പരബ്രഹ്മശക്തി മറച്ചു വെച്ചിരിക്കുകയാണ്. മായ മറച്ചു വെച്ചിരിക്കുന്നു. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് വിജയമുണ്ടാകുമോ പരാജയമുണ്ടാകുമോ എന്ന് ഒന്നും പറയാൻ പറ്റില്ല. ആ അറിവിനെ മറച്ചു വെച്ചിരിക്കുന്നു മായാശക്തി. എന്ത്? മനഃപൂർവം മായാശക്തി മറച്ചു വെച്ചിരിക്കുന്നതാണത്. കാരണം പ്രയത്നം അവിടെ നടക്കണം, ഫലം കർമ്മമനുസരിച്ച് വരും. അതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളിലും പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കണം. നമുക്കറിയാൻ പറ്റില്ല വിജയമാണോ പരാജയമാണോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അതിനെ നമ്മൾ ഈശ്വര നിശ്ചയം എന്ന് പറഞ്ഞു വിടും. അപ്പൊ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കണം. അവിടെ കോംപ്രമൈസ് ഒന്നുമില്ല, ഒരു കോംപ്രമൈസും ഇല്ല. പ്രവർത്തിക്കുക അത്രേ ഉള്ളൂ. അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് മാറാൻ വേണ്ടി ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കും. സംശയമില്ലല്ലോ. അതുപോലെ ജയിക്കുമ്പോഴോ ജയത്തെ സ്വീകരിക്കണം, തോൽവിയെയോ അതിനെ ഭഗവത് പ്രസാദമായിട്ട് സ്വീകരിക്കണം എന്നാ പറയട്ടെ. ആചാര്യന്മാര് പറയുന്നതാണ്. തോൽവിയെ
ഭഗവത് പ്രസാദമായിട്ട് സ്വീകരിക്കണം. കാരണം വീണ്ടും പ്രവർത്തിക്കാനുള്ള കരുത്ത് തോൽവിയിൽ നിന്ന് നേടണമെന്നാ പറയുന്നത്. കുറവുകളെ കണ്ട് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് തിരിച്ചറിഞ്ഞ് ആ ബുദ്ധിയെ ഒന്നുകൂടെ നേരെയാക്കി കൂടുതൽ പ്രയത്നിച്ച് അവിടെ ജയത്തിലേക്ക് പോകാനുള്ള ആവേശം കാണിക്കണം. ആ ഭഗവത് പ്രസാദമായിട്ട് തോൽവിയെ കണ്ടാലേ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ അതിനെന്താ ചെയ്യുക? കർമ്മതത്വം നന്നായി മനസ്സിലാക്കാത്തവൻ ആ പേര് പറഞ്ഞ് മടിയനാവും. ഇതെല്ലാം പ്രാരബ്ധമാണ് എന്നും പറഞ്ഞ് മടിയായിട്ടിരിക്കും. കർമ്മതത്വം അറിയാത്ത ഒരാള്, കർമ്മതത്വം അറിയാത്ത ആള് ഒന്നും കാര്യമില്ല, ഒന്നും കാര്യമില്ല, ഒന്നും ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് മടിയനായിട്ടിരിക്കും. അങ്ങനെ ഇതെല്ലാം എൻ്റെ തലയിലെഴുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ ഒന്നും ചെയ്യാതെ നടക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. ഇതിന്റെ തലയിലെഴുത്താന്ന് പറഞ്ഞ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാതെ കണ്ട്, പോസിറ്റീവായിട്ട് ഒന്നും ചെയ്യാതെ കണ്ട് വെറുതെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ നടക്കുന്ന പാർട്ടികൾ. കയ്യിലുള്ളതെല്ലാം വിറ്റ് തടച്ച് അവസാനം ആത്മഹത്യയും ചെയ്യും. അങ്ങനെയും ഉണ്ട് ഒത്തിരി പേര്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഓരോ സന്ദർഭവും, നേരത്തെ പറഞ്ഞു, ഓരോ സന്ദർഭവും നമ്മൾ സമ്പാദിച്ചത് തന്നെയാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ സമ്പാദിച്ചതാണ് ഇപ്പോൾ സന്ദർഭമായിട്ട് വരുന്നേ. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ആ സന്ദർഭം മറ്റാരും തന്നതല്ല, നമ്മൾ തന്നെ സമ്പാദിച്ചതാണ്. ഇന്നത്തെ ഈ സാഹചര്യം, ഞാൻ ഏത് സാഹചര്യത്തിൽ ഇരിക്കുന്നുവോ ആ സാഹചര്യം ഞാൻ സമ്പാദിച്ചത് എങ്കിൽ ഇനി വരാൻ പോകുന്ന ജന്മങ്ങളിലെ സാഹചര്യങ്ങളെ ആരാണ് നിയന്ത്രിക്കുക? ഞാൻ തന്നെ. ഇപ്പോഴത്തെ ഈ സാഹചര്യം എൻ്റെ സമ്പാദ്യമാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ജന്മങ്ങളിലെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും തിരഞ്ഞെടുക്കാൻ എനിക്ക് ഇപ്പോൾ അവകാശമുണ്ട്. എൻ്റെ ഈ ജന്മത്തിലെ പ്രവൃത്തികൾ വരും ജന്മങ്ങളിലെ സാഹചര്യങ്ങളെ, സന്ദർഭങ്ങളെ നിശ്ചയിക്കും. സംശയമില്ലല്ലോ. അതുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യണം, സത്ചിന്തകൾ ഉണ്ടാകണം. അപ്പോ നല്ല സാഹചര്യങ്ങളിൽ ചെന്ന് ജനനം ഉണ്ടാകും. വേദാന്തത്തെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോ ഭക്ഷണവും ശരീരത്തിന്റെ സ്ഥിതിയും ഒന്ന് ആലോചിച്ച് നോക്കുക. ഭക്ഷണവും ശരീരത്തിന്റെ സ്ഥിതിയും. സ്ഥൂല ശരീരത്തിന്റെ കാര്യത്തില് നാം സമ്പാദിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അല്ലെ? സ്ഥൂല ശരീരത്തിന്റെ കാര്യത്തിൽ നമ്മൾ സമ്പാദിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇതുപോലെ സൂക്ഷ്മ ശരീരമായ മനസ്സിന്റെ കാര്യവും ഓർക്കണം. സ്ഥൂല ശരീരം ഇവിടെ നശിച്ചു പോകും. നമ്മൾ സമ്പാദിച്ച് നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നന്നാക്കി വെച്ചു, അവസാനം പ്രായമായി എല്ലാം കഴിയുമ്പോൾ മരിച്ചു പോകും. അതുപോലെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം സൂക്ഷ്മ ശരീരത്തിന്റെ കാര്യത്തില്. ഈ സൂക്ഷ്മ ശരീരം അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകുക. ഈ സ്ഥൂല ശരീരമല്ല അടുത്ത ജന്മത്തില്, അടുത്ത ജന്മത്തിലേക്ക് സൂക്ഷ്മ ശരീരമാ പോകുന്നത്. അപ്പൊ സൂക്ഷ്മ ശരീരത്തെ നന്നാക്കി വെച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? ആ സൂക്ഷ്മ ശരീരത്തിന് കിട്ടുന്ന സ്ഥൂല ശരീരം മോശമായി പോകും. നാളത്തെ ആരോഗ്യം, ഈ സ്ഥൂല ശരീരത്തിന്റെ നാളത്തെ ആരോഗ്യം ഇന്നത്തെ ഭക്ഷണം അനുസരിച്ചാണല്ലോ, അല്ലേ? നാളെ നമുക്ക് അസുഖം വരാതിരിക്കണമെങ്കിൽ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം അതുപോലെ നല്ലതായിരിക്കണം. എന്നാൽ നാളെ അസുഖമൊന്നും വരത്തില്ല. അതേപോലെ ഇന്നത്തെ എൻ്റെ പെരുമാറ്റം നാളെയെ നിശ്ചയിക്കുന്നു, അടുത്ത ജന്മത്തെ നിശ്ചയിക്കുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ പെരുമാറിയാൽ ഈ ശരീരം വിട്ട് ഇനിയൊരു ശരീരത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ നല്ല ശരീരം എനിക്ക് ലഭിക്കും. എൻ്റെ ഈ ജന്മത്തിലെ പെരുമാറ്റങ്ങൾ എൻ്റെ സാഹചര്യങ്ങളെ തീരുമാനിക്കും, എൻ്റെ അച്ഛനമ്മയെ തീരുമാനിക്കും, എൻ്റെ ദേശത്തെ തീരുമാനിക്കും. നല്ല സ്ഥലങ്ങളിൽ നല്ല മാതാപിതാക്കളുടെ മക്കളായി ജനിക്കും. അപ്പോ പുതിയ നല്ല നല്ല അറിവ് നേടാനുള്ള പുതിയ ഗുരുക്കന്മാരുള്ള സ്ഥലത്ത് പോയി ജനിക്കും. അങ്ങനെ അടുത്ത ജന്മങ്ങളിലെ ജീവിതത്തെ നാം തീരുമാനിക്കുന്നത് ഈ ജന്മത്തിലാണ്. സഞ്ചിത അവിടെ കിടപ്പുണ്ട്, കുറേ സഞ്ചിത അവിടെ കിടപ്പുണ്ട്. അതിൽ നിന്ന് ചെറുതെടുത്തിട്ട് അങ്ങോട്ട് വന്നേ. പക്ഷെ ഇപ്പൊ ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോൾ ആ സഞ്ചിതം പോലും നമുക്ക് പ്രതികൂലമായി വരാതിരിക്കത്തക്കവണ്ണമുള്ള സത്കർമ്മങ്ങൾ ഇവിടെ ചെയ്താൽ അടുത്ത ജന്മത്തിലും നമുക്ക് ആ സഞ്ചിതങ്ങൾ അധികം നമ്മളെ അലട്ടാതെ മുന്നോട്ട് പോകാനുള്ള
ഒരു ഭാഗ്യം ലഭിക്കും. ആ സഞ്ചിതത്തിൽ കുറച്ച് കാണും. പക്ഷെ ഇപ്പോ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ടല്ലോ. നമുക്കൊരു തിരിച്ചറിവ് ഈ സഞ്ചിതത്തിൽ ഉണ്ടാകുന്നു എന്ന് വരികിൽ, ഈ പ്രാരബ്ധത്തിൽ ഉണ്ടാകുന്നു എന്ന് വരികിൽ, തീർച്ചയായിട്ടും നമ്മുടെ അവിടെ ബാക്കിയുള്ള സഞ്ചിതത്തിൽ വലിയ കോംപ്ലിക്കേഷൻസ് കാണില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സാഹചര്യം വന്ന് പെടില്ല. ഇപ്പോ എങ്ങനെയാ ഇത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ +2 കഴിഞ്ഞൊരു കുട്ടി ഏത് ഗ്രൂപ്പ് എടുക്കണം കോളേജിലേക്ക് പോകാൻ എന്നൊരു കൺഫ്യൂഷനിൽ കുട്ടി ഒന്ന് പറയുന്നു, പാരൻസ് വേറെ പറയുന്നു. പാരൻസ് പറയുന്നു എഞ്ചിനീയറിംഗ് മതിയെന്ന്, കുട്ടി പറയുന്നു മെഡിസിൻ മതിയെന്ന്. ഇങ്ങനെ ഭയങ്കര തർക്കം. അപ്പോ അതിൻ്റെ ഒരു കാര്യം പറയുമ്പോ ഒരു കഥ പറയും. ഒരാൾക്ക് ഒരു ഗുരു ഒരു പേപ്പർ വെയിറ്റ് കൊടുത്തിരുന്നു. ഒരു ഗുരു ഒരു പേപ്പർ വെയിറ്റ് ഒരാളുടെ കൊടുത്തു. നല്ല ഭംഗിയുള്ള പേപ്പർ വെയിറ്റ്. നല്ല ടേബിളിൽ വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ടേബിൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ടേബിളിലാണ് വെച്ചിരിക്കുന്നത്, നമുക്കൊരു ഗുരു തന്നതാണ്, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ടേബിൾ ഒന്നിങ്ങനെ തുടയ്ക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നത് വീണു, അത് കേടായി. എന്തുണ്ടാവും? നമ്മുടെ കയ്യിൽ നിന്ന് വീണു, അത് കേട് വന്നു, എന്തുണ്ടാവും? 1-2 ദിവസം നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവും. അയ്യോ, ആ ഗുരു തന്നതായിരുന്നു, എന്ത് ഭംഗിയായിരുന്നു, നല്ലതായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെറ്റ് പറ്റിയില്ലോ, അബദ്ധം പറ്റിയില്ലോ എന്നുണ്ടാവും. 1-2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ പോയി, മനസ്സിൽ നിന്ന് പോയി. എന്നാൽ വീട്ടിലെ ഒരു വേലക്കാരന്റെ കയ്യിൽ നിന്നോ അത് തുടയ്ക്കുമ്പോൾ, നമ്മുടെ കയ്യിൽ നിന്നല്ല, വേലക്കാരന്റെ കയ്യിൽ നിന്ന് തുടയ്ക്കുമ്പോൾ അത് താഴെ വീണു, അത് ഉടഞ്ഞു എങ്കിൽ നമുക്ക് സങ്കടം മാത്രമാണോ വരിക, വേറെ എന്തെങ്കിലും അതിന്റെ കൂടെ വരുമോ? നല്ല രസകരമായ ചോദ്യം. സ്വന്തം കയ്യിൽ നിന്ന് പൊട്ടിയപ്പോ സങ്കടമാണ്, വിഷമമാണ് ഉണ്ടായത്. വേറൊരാളുടെ കയ്യിൽ നിന്ന് ഇത് പൊട്ടിയപ്പോ നമുക്ക് എന്താ ഉണ്ടാവുക? സങ്കടം മാത്രമല്ല, ദേഷ്യവും കൂടെ അതിന്റെ കൂടെ വരും, അല്ലേ? സങ്കടം മാത്രമല്ല, ദേഷ്യവും വരും. നമ്മുടെ കയ്യിൽ നിന്നാകുമ്പോൾ സങ്കടം മാത്രം, വേറൊരാളുടെ കയ്യിൽ നിന്ന് സംഭവിച്ചപ്പോ ദേഷ്യവും അതിന്റെ കൂടെ വന്നു. ഇവിടെ 2 രീതിയിൽ അപ്രോച്ച് ഉണ്ടായി ഈ സംഭവത്തിന്, അല്ലെ? സ്വന്തം കയ്യിൽ നിന്നാണെങ്കിൽ ഒരു അപ്രോച്ച്, വേറൊരാളുടെ കയ്യിൽ നിന്നാണെങ്കിൽ വേറൊരു അപ്രോച്ച്. കാരണം റെസ്പോൺസിബിലിറ്റിയാണ് അതിന്റെ കാര്യം. അതിനകത്തുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, അതാണ് ഈ 2 അപ്രോച്ചിന് കാരണമായത്. അതില് രണ്ടാമത്തെ അപ്രോച്ച് വളരെ വിനാശകാരിയാണ്. അതായത് സങ്കടവും ദേഷ്യവുമുള്ള അപ്രോച്ച്. അത് പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ വേലക്കാരനോട് ദേഷ്യം വന്നാൽ പിന്നെ എന്തൊക്കെയാ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുട്ടി പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അവിടെ പഠിക്കാൻ നിർബന്ധിച്ചാൽ, ആ കുട്ടി അത് പഠിക്കുമ്പോൾ ആ കുട്ടിക്കത് അവനവന് ഇഷ്ടമില്ലാത്തൊരു കാര്യമായ കാരണം മര്യാദയ്ക്ക് മനസ്സിലാവില്ല, വിചാരിച്ച പെർഫോമൻസ് പറ്റില്ല. അച്ഛനമ്മമാരാണെങ്കിൽ അവര് വിചാരിച്ച രീതിയിൽ ഒരു പെർഫോമൻസ് കാണാത്തത് കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കും കുഞ്ഞിനോട്. കാരണം ഇവരുടെ ആഗ്രഹമാണ് അവിടെ സാധിക്കേണ്ടത്, കുട്ടിയുടെ ആഗ്രഹമല്ല. കുട്ടിക്ക് എന്തുണ്ടാവും? സ്വന്തം ആഗ്രഹം സാധിക്കാത്തത് കൊണ്ട് കുട്ടിക്ക് ഭയങ്കരമായ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോ ആ കുട്ടിക്ക് റെസ്പോൺസിബിലിറ്റി അവിടെ വരുന്നില്ല. അവനവന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നുന്നില്ല. അച്ഛനമ്മമാര് പറഞ്ഞത് ഞാൻ സ്വീകരിച്ചു, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് ഏത് ഗ്രൂപ്പ് എടുക്കണം അല്ലെങ്കിൽ ഏത് പഠിക്കാൻ പോകണം എന്ന് സ്വന്തമായിട്ട് ഒരു തീരുമാനത്തിന് വിട്ടാൽ നമുക്ക് പറയാം, നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, നീ പറഞ്ഞതാണ് നിനക്ക് തന്നിരിക്കുന്നത്, ഇനി അത് ശരിയാക്കി എടുക്കേണ്ടത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് പറയാം. റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കിയാൽ അവിടെ വർക്ക് നന്നാവും. റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവരിൽ വെച്ചാലോ അത് ശരിയാവില്ല. നമ്മുടെ മുന്നേറ്റത്തിന് അത് തടസ്സമാകും. റെസ്പോൺസിബിലിറ്റി വേറൊരാളെ ഏൽപ്പിച്ചാൽ നമ്മുടെ മുന്നേറ്റത്തിന് തടസ്സമാവും.
അപ്പോ കുട്ടി സ്വയമായിട്ട് എനിക്കിഷ്ടം ഇതാണ് എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കണം. സമ്മതിച്ചു കൊടുത്താൽ റെസ്പോൺസിബിലിറ്റി അവന്റെ കയ്യിലായി. തീർച്ചയായിട്ടും അവൻ മുന്നോട്ട് വരും, അവൻ അല്ലെങ്കിൽ അവൾ മുന്നോട്ട് വരും. റെസ്പോൺസിബിലിറ്റി അച്ഛൻ്റെ അമ്മയുടെ കയ്യിലാണ്. അവര് പറഞ്ഞാൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അത് പോയി, ശരിയാകത്തില്ല അവിടെ. കാരണം ഡ്യൂട്ടി കോൺഷ്യസ്നെസ് ഉണ്ടാകത്തില്ല, ഇല്ലേ? ഒരു ഡ്യൂട്ടി കോൺഷ്യസ്നെസ് ഇല്ലേ, അതുണ്ടാകത്തില്ല. എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് അച്ഛനമ്മമാർ സമ്മതിച്ചു, ഇനി അത് മുന്നേറേണ്ടത് എൻ്റെ ചുമതലയാണ്, ഞാനത് നന്നായിട്ട് ചെയ്യണം എന്ന് ഒരു തോന്നൽ, ഡ്യൂട്ടി കോൺഷ്യസ്നെസ് ഉണ്ടാകണം. അതുണ്ടാവില്ല മറ്റേ രീതിയിൽ. അച്ഛനമ്മമാർ പറഞ്ഞ രീതിയിലാണെങ്കിൽ അത് ഉഴപ്പും. കാരണം ഇഷ്ടമില്ലല്ലോ, മാനസികമായിട്ട് ഇഷ്ടമില്ലല്ലോ, അപ്പൊ അത് ഉഴപ്പും. അപ്പൊ ശാസ്ത്രം പറയുന്ന കർമ്മതത്വം എല്ലാത്തിനും ബാധകമാണ്. കാരണം അവനവന്റെ പ്രവൃത്തി തന്നെ അവനവന്റെ മുന്നേറ്റത്തിനും അവനവന്റെ പതനത്തിനും കാരണം എന്ന് കർമ്മതത്വം മനസ്സിലാക്കി തരുന്നുണ്ട്. നിന്റെ നാളെയെ രൂപപ്പെടുത്തുന്നതിന് നീ ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നിന്നെ സഹായിക്കുന്നത്. അതുപോലെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്കും കാരണം നിന്റെ മുജ്ജന്മത്തിലുള്ള കർമ്മഫലങ്ങളാണ്. മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ മറ്റുള്ളവരെ പഴിചാരുന്ന നമ്മുടെ ആ സ്വഭാവം ഉണ്ടല്ലോ, ഏതിനും തൊട്ടതിനും പിടിച്ചതിനും അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാ, അയാൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടാ ഞാനിങ്ങനെയായ എന്നുള്ള ഒരു സൂത്രപ്പണി ഉണ്ടല്ലോ. ഏത് തെറ്റിനും ഏത് കുറ്റത്തിനും ഏത് പരാജയത്തിനും മറ്റുള്ളവരെ പഴിചാരുന്ന നമ്മുടെ വൃത്തികെട്ട സ്വഭാവം അത് മാറും കർമ്മതത്വം പഠിച്ചാൽ. ശരിക്കും വൃത്തികെട്ട സ്വഭാവം തന്നെയാണ്, അല്ലേ? അവനവന്റെ പരാജയത്തിനെല്ലാം മറ്റുള്ളവരെ കാരണമാക്കുക, അവനവന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കാരണമാക്കുക, എന്റെ ദേഷ്യത്തിന് മറ്റുള്ളവരെ കാരണമാക്കുക, എല്ലാത്തിനും മറ്റുള്ളവരെ കാരണമാക്കുക. വളരെ എനിക്കിത് ഈ ഒരു ഭാഗം വായിച്ചപ്പോ നേരത്തെ നമ്മളിത് ചർച്ച ചെയ്തതാണ്. അത് വളരെ ശരിയായിട്ടൊരു കാര്യം തോന്നി. അവനവന്റെ ജീവിതത്തിൽ നോക്കിയാൽ നമ്മൾ തന്നെ എത്ര സന്ദർഭത്തിൽ മറ്റുള്ളവരെ പഴിചാരിയിട്ടുണ്ട്. ശരിക്കും മറ്റുള്ളവര് അതിനകത്ത് പഴി കേൾക്കേണ്ടവരാണോ? അല്ലല്ലോ. അത് ഇനിയെങ്കിലും ഇത് മാറണ്ടേ? ഇപ്പോഴും നമ്മൾ പലപ്പോഴും പറയും, നമ്മുടെ മനുഷ്യ സഹജമായൊരു സ്വഭാവമാണത്. അവനവന്റെ തെറ്റ് അഡ്മിറ്റ് ചെയ്യില്ല, എല്ലാത്തിനും മറ്റുള്ളവർ പറയും. അപ്പൊ ഇവിടെ തെറ്റ് അഡ്മിറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടും കർമ്മതത്വം മനസ്സിലാക്കിയാൽ. എന്റെ തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഭാഗ്യം കിട്ടും. അപ്പൊ ആരോടും വിഷമം ഉണ്ടാവില്ല. മറ്റുള്ളവരെ പഴിക്കുമ്പോൾ എന്തുണ്ടാവും? അവരോട് ദേഷ്യം, അവരോട് പക, അവരോട് വെറുപ്പ് ഒക്കെ ഉണ്ടാവും. ഇത് എന്റെ കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കിയാൽ ആരോടും ദേഷ്യമില്ലല്ലോ, ആരോടും വെറുപ്പില്ലല്ലോ, എല്ലാവരും എന്റെ സുഹൃത്തുക്കൾ തന്നെയല്ലേ, അവരെ ആരെയും ഞാൻ കുറ്റം പറയണ്ടല്ലോ എന്ന് വിശാലമായ മനസ്സുണ്ടാവും. കർമ്മതത്വം മനസ്സിനെ വിശാലമാക്കും. നിസ്സാര കാര്യമല്ല. കാരണം മന ഏകാഗ്രത, മനഃശുദ്ധി, മനവിശാലത, ഇത് മൂന്നുമാണ് മോക്ഷത്തിന് നമുക്ക് വേണ്ടത്. മന ഏകാഗ്രത വേണം, മനഃശുദ്ധി വേണം, മനവിശാലത വേണം. അപ്പൊ ആ മനവിശാലത വരണമെങ്കിൽ കർമ്മതത്വം അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. ഏറ്റവും അധികം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ സാഹചര്യത്തെ സ്വയം മനസ്സിലാക്കില്ല, തെറ്റുകളെ സ്വയം മനസ്സിലാക്കില്ല, പരാജയങ്ങളെ സ്വയം ഏറ്റെടുക്കില്ല. ഇതാണ് ഏറ്റവും പ്രശ്നം. ഇത് കർമ്മതത്വത്തെ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും വിശാലമാവും മനസ്സ്. ആരെയും കുറ്റപ്പെടുത്തില്ല, എല്ലാവരോടും ഉള്ള സ്നേഹം അതുപോലെ തന്നെ നിലനിൽക്കും. വൈരാഗ്യം ഉണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല, ശത്രുക്കൾ ഉണ്ടാവില്ല. ശത്രുക്കൾ വരുന്ന എവിടെയാ? നമുക്ക് പറ്റാത്തൊരു കാര്യം വരുമ്പോഴാണ് ശത്രുക്കൾ വരുന്നത്. അയാൾ അത് ചെയ്തുകൊണ്ട് അയാൾ എൻ്റെ ശത്രു. അയാൾ അത് ചെയ്തത് എൻ്റെ പൂർവ്വജന്മ കർമ്മത്തിന്റെ ഫലമാണ്. എൻ്റെ മുമ്പിൽ വരുന്ന ഓരോരുത്തരും പൂർവ്വജന്മ കർമ്മത്തിന്റെ ഫലമാണ്. എൻ്റെ സുഹൃത്തുക്കളും പൂർവ്വജന്മത്തിന്റെ കർമ്മഫലമാണ്. എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതും എൻ്റെ പൂർവ്വജന്മ കർമ്മത്തിന്റെ ഫലമാണെന്ന് അറിഞ്ഞാൽ അയാൾ ശത്രു ആയിരിക്കില്ല പിന്നെ ഒരിക്കലും. ശത്രുത്വം മനസ്സിൽ നിന്ന് പോകും. നിസ്സാര കാര്യമല്ലത്. അപ്പോ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങൾക്കും കാരണം ഞാൻ തന്നെ. അപ്പൊ നമ്മൾ സ്വയം ദേഷ്യപ്പെടുവോ? രസകരമായിട്ടൊരു ഭാഗമാണത്. എൻ്റെ പരാജയങ്ങൾക്ക് കാരണം ഞാൻ തന്നെ, എൻ്റെ സങ്കടങ്ങൾക്ക് കാരണം ഞാൻ തന്നെ, എൻ്റെ പൂർവ്വജന്മ കർമ്മം ആണ്. അപ്പൊ ഞാൻ എന്നോട് സ്വയം ദേഷ്യപ്പെടുവോ?
ഇല്ല, സംയമനത്തോടുകൂടെ ഇരിക്കും. അപ്പൊ അതുപോലെ സംയമനം മറ്റുള്ളവരെ കുറിച്ചും ഉണ്ടാകണം. അവരാരുമല്ല എൻ്റെ ഈ ഇന്നത്തെ പരാജയത്തിന് കാരണം, എൻ്റെ ഇന്നത്തെ സാഹചര്യത്തിന് കാരണം, എൻ്റെ ഇന്നത്തെ ബുദ്ധിമുട്ടുകൾക്ക് കാരണം, എൻ്റെ ഇന്നത്തെ സങ്കടങ്ങൾക്ക് കാരണം എന്നറിയുമ്പോൾ മറ്റുള്ളവരോട് ദേഷ്യം വരില്ല. അപ്പോ ആരെയും കുറ്റപ്പെടുത്തില്ല. മനസ്സ് ശാന്തമായിട്ടിരിക്കും. സ്വയം ദേഷ്യപ്പെടാത്ത പോലെ മറ്റുള്ളവരോടും ദേഷ്യം വരില്ല. നിസ്സാര കാര്യമല്ലല്ലോ അല്ലെ? ദേഷ്യം ഒരു വലിയ വിഷയമാണ്. അപ്പൊ അത് വരില്ല. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ദേഷ്യപ്പെടില്ല എന്നുള്ളതല്ല, ഇതിന്റെയൊക്കെ അന്തരാർത്ഥം മനസ്സിലാക്കണം. പറയുന്ന വാക്കുകൾ പെട്ടെന്ന് അതുപോലെ എടുക്കരുത്. ദേഷ്യം വരുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കണം. ഈ പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ ദേഷ്യം വരിക എന്ന് പറയുന്നത് നമുക്ക് ദേഷ്യം വരാതെ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ ഒരാള് ഒരു തെറ്റ് ചെയ്ത് കാണുമ്പോൾ അതിൽ ദേഷ്യപ്പെടരുത്, അല്ലെങ്കിൽ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ ദേഷ്യപ്പെടരുത്, അങ്ങനെയുള്ള ഒന്നല്ല ഈ പറയുന്നത്. ഇത് സ്വയം വരുന്ന ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് മാറ്റാൻ പറ്റാതെ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രയത്നം കൊണ്ട് ശരിയാക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മനോദുഃഖത്തെ വേറെ വല്ലവരുടെ മേത്തും പഴിച്ചിട്ട് അവരോട് ദേഷ്യപ്പെടരുത് എന്നുള്ള വളരെ ഗഹനമായ ഒരു ഭാഗത്തെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. ശരീരം പ്രാരബ്ധത്തിന്റെ ഫലമാണ്. മനസ്സും ഒരു അളവ് വരെ അങ്ങനെ പ്രാരബ്ധത്തിന്റെ ബലം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോ ഓരോരുത്തർക്കും ഓരോ വാസനകളുമായിട്ടാണ് വരുന്നത്. ഓരോരുത്തരും ഓരോരോ ആഗ്രഹങ്ങളായിട്ടാണ് വരുന്നത്. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിന് പറ്റിയ രീതിയിലുള്ള കർമ്മങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യത്തിൽ വന്ന് ജനിക്കും. അപ്പൊ രണ്ടും ഒക്കണം. ആഗ്രഹം, പൂർവജന്മത്തിലെ ആഗ്രഹങ്ങളും ആ ആഗ്രഹ സഫലീകരണത്തിന് യോജിച്ച സത്കർമ്മങ്ങളും ഉണ്ടെങ്കിൽ സാഹചര്യം അനുകൂലമാകും. വന്ന് ജനിക്കുന്നത് അനുകൂല സാഹചര്യത്തിലായിരിക്കും. ആഗ്രഹം മാത്രമുണ്ട്, കഴിഞ്ഞ ജന്മങ്ങളിൽ സത്കർമ്മം ചെയ്തിട്ടില്ലെങ്കിലോ സാഹചര്യം മോശമായി പോകും. ഇപ്പൊ തന്നെ ആലോചിക്കുക. ഇപ്പൊ നമുക്കുള്ളിലൊരു നല്ല ആഗ്രഹം, ഏതാ? ഒരു നല്ല സംഗീതജ്ഞനാകണം എന്നൊരു ആഗ്രഹമുണ്ട്. കുറെ പഠിച്ചു, പലരുടെ അടുത്തും പഠിച്ചു, പല ഗുരുക്കന്മാരുടെ അടുത്തും പഠിച്ചു, പക്ഷെ പ്രശസ്തിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടില്ല, പ്രശസ്തിയൊന്നും ഉണ്ടായില്ല. നമ്മൾ ആരെയും ഉപദ്രവിച്ചില്ല, നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ ജന്മം അങ്ങനെ പോയി. അടുത്ത ജന്മം നല്ല ഒരു സ്ഥലത്ത് ജനിച്ച് ഇതിന് ഒരു പ്രശസ്തി കിട്ടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിൽ ജനിക്കും. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ചില കുഞ്ഞുങ്ങൾ അതിഗംഭീരമായിട്ട് കലകളിൽ ശോഭിക്കുന്നതായിട്ട്. ഇതെല്ലാം ഇങ്ങനെ വരുന്നതാണ്. അവര് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ആരെയും ഉപദ്രവിക്കാതെ, ആരെയും പരാതി പറയാതെ അതിനുവേണ്ടി ആ കലയ്ക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്ത് മരിച്ചുപോയവരാണ്. അപ്പൊ അവരുടെ കർമ്മങ്ങൾ ഒരിക്കലും അവർക്ക് വിഘാതമായിട്ടില്ല. ആ കർമ്മങ്ങളിൽ ഗുരുവിനെ പൂജിച്ചിട്ടുണ്ട്, എത്രയോ വഴിപാടുകൾ ചെയ്തിട്ടുണ്ട്, നന്നാകാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈശ്വരനോട്. പക്ഷെ ആരെയും ഉപദ്രവിച്ചിട്ടോ പാരവയ്ക്കോ ചെയ്യാതെ ഇരുന്നത് കൊണ്ട് ഈ ജന്മത്തില് അവർക്ക് ജനിച്ച ഉടനെ കുഞ്ഞുനാളിലെ തന്നെ അവർക്ക് പ്രശസ്തിയിലേക്കുള്ള വഴി തുറന്നു വരുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതേസമയം ഈ ജന്മത്തിൽ ഒത്തിരി ആഗ്രഹം വെച്ചുകൊണ്ട് ആ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് മറ്റുള്ളവരുടെ കുതികാല് വെട്ടുക, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക, വേണ്ട വിധത്തിൽ അതിനു വേണ്ടി പ്രയത്നിക്കാതിരിക്കുക, വേറൊരാൾക്ക് കിട്ടുന്നൊരു ചാൻസ് കളയുക, ഇങ്ങനെ സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആള് ഈ ആഗ്രഹം വെച്ച് ഈ ശരീരം വിട്ടാൽ അടുത്ത ജന്മവും കിട്ടത്തില്ല. ആഗ്രഹം മാത്രം ഉണ്ടാവും, പിന്നെയും സാഹചര്യം കിട്ടില്ല, സംശയമില്ല. കാരണം ഈ ജന്മത്തില് ഉള്ള കർമ്മങ്ങള് സാഹചര്യം നല്ല രീതിയിലാകാനുള്ളവയായിരുന്നില്ല, സാഹചര്യം മോശമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ജന്മത്തില് ആഗ്രഹങ്ങൾ കാണും, മോക്ഷമൊക്കെ അവിടെ നിൽക്കട്ടെ, പല ആഗ്രഹങ്ങളും കാണും. അത് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകും. അപ്പോ അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയൊരു ജന്മം വരണം. അതിന് സത്കർമ്മങ്ങൾ ചെയ്താലേ
അതിനുള്ളൊരു കാര്യം വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മോക്ഷപദത്തിലേക്കാണെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയൊക്കെ തത്വമാണ് പറയുന്നത്. നമ്മൾ ഈ തത്വം മനസ്സിലാക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ആഗ്രഹം വെച്ചുകൊണ്ട് പോകണമെന്നല്ല ഈ പറയുന്നതിന്റെ ആരം. നമ്മൾ ഈ ഉപനിഷത്ത് പഠിക്കുന്നവര്, വിവേക ചൂടാമണി പഠിക്കുന്നവര്, നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങളൊന്നും വേണ്ട. നമ്മൾ ഓരോ ഇന്ദ്രിയങ്ങളുടെയും ആഗ്രഹത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനാ വന്നിരിക്കുന്നത്. പക്ഷേ ഈ കർമ്മതത്വത്തെ നമ്മൾ മനസ്സിലാക്കണം. കർമ്മതത്വം മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം പൊങ്ങി വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നറിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്കിപ്പോ ഉള്ള സാഹചര്യങ്ങളിൽ ചില ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയിരിക്കുന്നത്, എൻ്റെ ഈ ജന്മത്തില് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, ഇങ്ങനെ വിചാരിച്ചിരുന്നു, നടന്നില്ല എന്നുള്ളതിനെയും കഴുകിക്കളയണമെങ്കിൽ ഈ കർമ്മതത്വം മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള മറ്റുള്ളവരെ പഴിചാരുന്ന സ്വഭാവം ഉള്ളിൽ നിന്ന് എടുത്ത് കളയണമെങ്കിൽ കർമ്മതത്വം മനസ്സിലാക്കും. ആ സ്വഭാവം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ മനവിശാലത വരികയില്ല. അപ്പൊ നമുക്കിത് ഏറ്റവും ആവശ്യമാണ് കർമ്മതത്വം മനസ്സിലാക്കേണ്ട കാര്യം. ഒരേ വീട്ടിലെ 4 കുട്ടികളുണ്ടെങ്കിൽ 4ഉം വ്യത്യസ്ത മനോനിലകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പ്രാരബ്ധം വഴി പുതിയ ശരീരം കിട്ടുന്നത് പോലെ തന്നെ മനോനിലകളും പ്രാരബ്ധം വഴി വരുന്നതാണ് എന്ന് സ്പഷ്ടമാണ്. അല്ലെങ്കിൽ ഒരു വീട്ടിൽ 4 കുട്ടികൾ ഒരുപോലെ ആകണ്ടേ? ആകില്ലല്ലോ. 4 മനസ്സിന്റെ ഉടമകളാണ്. അപ്പൊ ആ മനസ്സിന്റെ നിയന്ത്രണവും എവിടെയാണ്? പൂർവജന്മങ്ങളിൽ തന്നെയാണ്. ശരീരം മാത്രമല്ല, മനസ്സും. കർമ്മത്തിന്റെ തുണയാൽ ജീവൻ എന്ത് ചെയ്യുന്നു? പുണ്യം കൊണ്ട് നല്ല കാര്യം ചെയ്ത് മനഃശുദ്ധി നേടുന്നു. അല്ലെ? കർമ്മത്തിന്റെ ഗുണം കൊണ്ട് എന്താ ഉണ്ടാവുക ജീവന്? നല്ല കർമ്മങ്ങൾ ചെയ്താൽ പുണ്യം നേടും, ശുദ്ധി ഉണ്ടാവും. ശാസ്ത്രം പഠിക്കാൻ പറ്റും, ജ്ഞാനം നേടാൻ പറ്റും. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഈ കർമ്മതത്വം മനസ്സിലായാൽ കർമ്മത്തിന്റെ തുണ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത്രയും കർമ്മതത്വം ഇന്നിപ്പോ നമുക്ക് ഇവിടെ നിൽക്കാം. ഇതിനെക്കുറിച്ചൊന്ന് നമുക്ക് കാര്യമായിട്ടൊന്ന് ചിന്തിച്ച് ഒന്ന് മനസ്സിൽ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഏറ്റവും ആവശ്യം അവനവന്റെ കുറവുകളെയും അവനവന്റെ പരാജയങ്ങളെയും അവനവന്റെ സാഹചര്യത്തെയും ഞാൻ തന്നെ സമ്പാദിച്ചതാണ് എന്ന് മനസ്സിലാക്കി മനസ്സിൽ ഉള്ള മറ്റുള്ള സകല ജീവികളോടും, അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ബന്ധുക്കളോടും എല്ലാവരോടുമുള്ള, നാട്ടുകാരോടും പഠിപ്പിച്ചവരോടും ഗുരുക്കന്മാരോടും എല്ലാവരോടും എന്തെങ്കിലും ചെറിയ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവ് ഉണ്ടെങ്കിൽ, അവരാണ് കാരണം എന്നൊരു തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് നമ്മളെങ്കിലും കളയണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ എല്ലാവരുടെ മനസ്സിലും കാണും, ഉറപ്പാണ്. അതിനെ തൂത്ത് കളയാൻ ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് ഉപകരിക്കട്ടെ. ശങ്കരാചാര്യ സ്വാമിയുടെ ഇന്നത്തെ ഈ ഉപദേശം നമ്മളെ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കട്ടെ മുന്നോട്ടുള്ള യാത്രയിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം സാർ.